മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാന്റെ കരയിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വരവും സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് ഇതാണ്. യേശു മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി യോർദാനിലേക്ക് വരുന്നു. സ്നാപകയോഹന്നാൻ മാമോദീസ നൽകിക്കൊണ്ടിരുന്ന യോർദാന്റെ കരയിലേക്ക് ആര് വരുന്നു? ഈശോ വരുന്നു. ഈശോ മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ സ്നാപകയോഹന്നാൻ ഈശോയെ തടഞ്ഞുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടിയിരിക്കെ നീ എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടിയിരിക്കെ എന്തിനാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത്? പ്രിയപ്പെട്ടവരെ, സ്നാപകൻ ഈശോയെ തടയുകയാണ്. അപ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോ പറഞ്ഞതനുസരിച്ച് സ്നാപകൻ ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകുന്നു. ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറുന്ന ഉടനെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈശോയുടെ തലയ്ക്ക് മുകളിൽ പിതാവ് സ്വർഗം തുറക്കുന്നു. ഹല്ലേലൂയ. 2, ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കടന്നു വരുന്നു. 3-ാമത്തെ കാര്യം, ഈശോയെ നോക്കി പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപ്പെട്ട മകനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ദൈവമകൻ, ദൈവത്തിന്റെ പുത്രൻ, ഇതാ പറയുകയാണ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ഭാഷയിൽ തിരുവചനം നീതി എന്നതുകൊണ്ട് തിരുവചനം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നീതി എന്നതുകൊണ്ട് തിരുവചനം ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ഈശോ എന്താണ് സ്നാപകനോട് പറയുന്നത്? സ്നാപകനോട് ഈശോ പറയുന്ന കാര്യം ഇതാണ്: സ്നാപകയോഹന്നാനെ, നിന്റെ മുമ്പിൽ ഞാൻ മുട്ടിന്മേൽ നിൽക്കുക. യോർദാന്റെ കരയിൽ മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി നിന്റെ മുമ്പിൽ ഞാൻ മുട്ടിന്മേൽ നിൽക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, പിതാവിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുന്ന ഈശോയെയാണ് നമ്മൾ ജ്ഞാനസ്നാന വേളയിൽ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുന്ന ഈശോ, പിതാവിന്റെ പദ്ധതിയെ അനുസരിക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പിതാവായ ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലികൾ എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി സ്വരം ഉയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവനും, രക്ഷാകര ചരിത്രം മുഴുവനും ഇതാണ്. ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുന്നവരുടെ കഥയാണ് രക്ഷാകര ചരിത്രം. ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുന്നവരുടെ കഥയാണ് രക്ഷാകര ചരിത്രം മുഴുവനും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഉടനെ അബ്രാഹം ഇറങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ തീരുമാനത്തെ അനുസരിക്കുന്നു. അബ്രാഹത്തോട് പറഞ്ഞു, നീ നിന്റെ മകനെ ബലിയർപ്പിക്കുക. ഉടനെ അബ്രാഹം മോറിയ മല കയറുകയാ. ഇതാ ദൈവത്തിന്റെ പദ്ധതിയെ നിറവേറ്റാൻ വേണ്ടി. മോശയോട് പറഞ്ഞു, എന്റെ ജനത്തെ നീ നയിക്കണം, എന്റെ ജനത്തെ നീ ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരണം. മോശയോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കുന്നതിന്റെ ഫലമാണ് രക്ഷാകര ചരിത്രം. ഹല്ലേലൂയ.
വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. ദൈവത്തിന്റെ പദ്ധതി ഒരു പക്ഷേ ഒരു യഹൂദ പെൺകുട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്ന, ഒരിക്കലും മനസ്സിലാകാതിരുന്ന, അവൾക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ടായ, അവൾക്ക് ഒരുപാട് ഭയം തോന്നിയ ഒരു കാര്യം ദൈവം പറഞ്ഞപ്പോൾ പരിശുദ്ധമ്മ പറയുന്നത് ഇതാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് പറയുന്ന കാര്യം ഇതാണ്: മക്കളെ, ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങൾ കുടുംബത്തിൽ തെറ്റിക്കരുത്. ഇത് പല കുടുംബങ്ങളും, പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളും, പല ദാമ്പത്യ ജീവിതവും, പല പൗരോഹിത ജീവിതവും, പല സമർപ്പിത ജീവിതവും തകരാൻ കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി നടക്കുന്നു. നമ്മള് കുടുംബം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി നടക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ് രക്ഷാകരമായിട്ട് മാറുന്നത്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം രക്ഷാകരം, യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷാകര ഇടപെടൽ അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കുന്നവരുടെ ജീവിതമാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. ഈശോ ലോകത്തിന് മുഴുവനും രക്ഷയായിട്ട് മാറുന്നതിന് കാരണം ഈശോ പിതാവിനെ അനുസരിച്ചു. പരിശുദ്ധ അമ്മ ലോകത്തിന് യേശുവിനെ പ്രദാനം ചെയ്യാൻ കാരണം പരിശുദ്ധ അമ്മ, പ്രിയപ്പെട്ടവരെ, അനുസരിച്ചു എന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ രക്ഷാകര ചരിത്രം മുഴുവനും ദൈവിക പദ്ധതിയെ അനുസരിക്കുന്നതിന്റെ ചരിത്രമാണ്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ, എൻ്റെ പൗരോഹിത ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയെയാണോ അനുസരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെയാണോ നമ്മൾ അനുസരിക്കുന്നത്? ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സകല പ്രിയപ്പെട്ടവരെ നിലവിളിയും, ദൈവത്തിന്റെ മുമ്പിലുള്ള സകല അന്വേഷണവും എന്തിനു വേണ്ടിയാ? ഈ ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, അവൻ നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. എന്തിനാ? പിതാവിന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടമായിട്ട് മാറാൻ, പിതാവിന്റെ ഇഷ്ടമായിട്ട് മാറാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിന്റെ ഇഷ്ടമായിട്ട് മാറണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായിട്ട് മാറണം. ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കി പോവുകയാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ട, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് രക്ഷാകരമാകുന്നത്. അതാണ് തിരുവചനം മുഴുവനും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് നാൾ മുമ്പ് ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടക്കുമ്പോൾ, അത് താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന പോൾ പാറേക്കാട്ടിലച്ഛൻ, അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ പോയ സമയത്ത് പ്രൊവിൻഷ്യൽ അച്ഛൻ ഈ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു താമസിച്ചുള്ള ധ്യാനം, ആൾക്കാർ ഞായറാഴ്ച വന്ന് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക അവിടെ. അപ്പം ഞാനിങ്ങനെ വെറുതെ രജിസ്ട്രേഷൻ എത്ര പേരായി, ധ്യാനത്തിന് എത്ര പേരായി എന്ന് നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ മുൻപിലേക്ക് വന്നപ്പോൾ ഒരു ചേച്ചി ഓടി എൻ്റെ അടുത്ത് വന്നു. അച്ഛനാണോ ഈ ധ്യാനത്തിൻ്റെ അച്ഛൻ? ഞാൻ പറഞ്ഞു അതെ. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചു, വന്നപ്പോൾ തൊട്ട് അന്വേഷിച്ചതാ. ഞാൻ ചോദിച്ചു, ചേച്ചി എപ്പോഴാണ് വന്നത്? ഞാൻ 4 മണിക്ക് വന്നതാണ്. ഞാൻ നോക്കി 4:10 ആയിട്ടുള്ളൂ. വലിയ അന്വേഷണമൊന്നുമില്ല, 10 മിനിറ്റ് അന്വേഷിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല പേരാ. എൻ്റെ മുഖം. അപ്പം ഞാനോർത്ത് ഈ സ്ത്രീ ധ്യാനത്തിൽ വന്നിട്ട് ഈ സ്ത്രീയുടെ മുഖം കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അച്ഛൻ എൻ്റെ മുഖം നോക്ക്. ഞാൻ പറഞ്ഞു, നോക്കി. ഈ മുഖം മറക്കരുത്. ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുക. വെറുതെ അല്ല, അച്ഛൻ മറക്കരുത്. അച്ഛൻ്റെ അടുത്ത് എൻ്റെ പേരും ഈ മുഖവും കൊണ്ടുവന്ന് കാണിക്കാൻ കാരണം അച്ഛൻ ഇപ്പോൾ മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്?
അച്ഛൻ അറിയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ. അപ്പം ഇവർ ധ്യാനത്തിന് കയറി. ധ്യാനത്തിന് മുമ്പിലൊക്കെ ഇരിപ്പുണ്ട്. ചൊവ്വാഴ്ച കുമ്പസാരം കഴിഞ്ഞ്, ഉച്ച കഴിഞ്ഞ് കുമ്പസാരം കഴിഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന അടക്കാൻ ചെന്നപ്പോൾ ഈ സ്ത്രീ ആ വാതിലിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, എൻ്റെ പേര് ഓർക്കുന്നുണ്ട് രണ്ടും. ആ, മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വന്നതാ. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്, മറക്കരുത്. ഞാൻ ചോദിച്ചു എന്തിനാ ഇതുവരെ അത് പറഞ്ഞില്ല. അച്ഛൻ അറിയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ആ, വെള്ളിയാഴ്ച ധ്യാനം തീരുന്നു. അപ്പോൾ ഈ ധ്യാനം തീരുന്നു, കുറേ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പം ഞാൻ കാപ്പി കുടിച്ചിട്ട് അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി നിൽപ്പുണ്ട്. ആ, ഉടനെ ഈ ചേച്ചി വന്നു. ഞാൻ പറഞ്ഞു കസേരയിലിരിക്കുക. ഇല്ല അച്ഛാ, എനിക്ക് 2 മിനിറ്റ് മതി. അച്ഛാ, അച്ഛൻ പ്രാർത്ഥിച്ച പോലെയൊക്കെ കാര്യം നടന്നു, ഒരുപാട് നന്ദിയുണ്ട്, അത് പറയാൻ വന്നതാ. ഞാൻ പറയും എന്ത് കാര്യം? അതിപ്പോൾ അച്ഛൻ അറിയണ്ട. അച്ഛൻ നാളെ ഇവിടെ കാണുമോ? ശനിയാഴ്ച. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ ഇവിടെ ഉണ്ട്. ആ, എനിക്ക് എൻ്റെ ഭർത്താവ് കുടുംബത്തിനൊന്ന് കാണാൻ വരാനാ. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഭർത്താവ് ഈ ആഴ്ച ധ്യാനം കൂടുക അച്ഛാ, ഇന്ന സ്ഥലത്ത് ഇന്ന ധ്യാന കേന്ദ്രത്തിൽ ഭർത്താവും ധ്യാനം കൂടുക. ആ, 2 പേരും ധ്യാനം കൂടുകയാണോ? എങ്കിൽ 2 പേരും കൂടി ഒരു സ്ഥലത്ത് ധ്യാനം കൂടാൻ പാടില്ലേ? ഞാൻ ചോദിച്ചു. അതല്ലേ നല്ലത്? അതായിരിക്കും അച്ഛന് നല്ലത്, ഞങ്ങൾക്ക് നല്ലത് ഇതാണ്. ഈ ചേച്ചി എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുക. അപ്പോൾ ഞാൻ പറയും നാളെ ഇവർ വളരെ 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 സ്മാർട്ടായ സ്ത്രീയാണ്. ഞാനൊന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നാളെ കാണാം. പിറ്റേ ദിവസം 9 മണിക്ക് റിസപ്ഷനിൽ നിന്ന് സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു കുടുംബം അച്ഛനെ കാണാൻ നൽകുന്നു. ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞ 5 ദിവസം എൻ്റെ മുമ്പിൽ നിന്ന് ധ്യാനം കൂടിയ ഈ സഹോദരിയും കുടുംബവും, അപ്പോഴാണ് ആ കുടുംബം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഈ സ്ത്രീയുടെ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എൻ്റെ ചിന്ത, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ സ്ത്രീയുടെ തോളിൽ ഒരു കൊച്ചു കിടപ്പുണ്ട്. 13 വയസ്സുള്ള മാംസപിണ്ഡം പോലെ ഒരു കൊച്ച്. ബുദ്ധിയില്ല, സംസാരിക്കില്ല, പ്രിയപ്പെട്ട ഒരു ഒച്ചയെടുക്കും, കേൾക്കില്ല, ഒന്നും സ്വയമായിട്ട് ചെയ്യില്ല. ഒരു മാംസപിണ്ഡം പോലെ ഒരു സാധനം, ഒരു കൊച്ച് കിടക്കുകയാണ്. ഈ കൊച്ചിനെയും തോളിലിട്ടുകൊണ്ട് ഈ ചേച്ചി നിൽക്കുകയാണ്. അച്ഛാ, ഇത് ഞങ്ങളുടെ മോനാണ്. ഞാൻ ഇവിടെ നോക്കി ഇരിക്കെ. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു. അച്ഛാ, അച്ഛൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അച്ഛാ, ഞങ്ങൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇന്ത്യയുടെ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉയർന്ന ഉദ്യോഗമാണ്. അച്ഛാ, ഞങ്ങൾ 10-15 ദിവസത്തെ അവധിക്കാണ് നാട്ടിൽ വരുന്നത്. എല്ലാ വർഷവും അങ്ങനെയാണ്. ഈ 15 ദിവസത്തെ അവധിക്ക് വരുമ്പോൾ 5 ദിവസം ഞങ്ങൾ ധ്യാനം കൂടും. അച്ഛൻ ഞങ്ങളുടെ കൊച്ചിനെ കണ്ടില്ലേ? ഈ കൊച്ച് മറ്റൊരാളുടെ അടുത്ത് നിൽക്കില്ല. അച്ഛാ, ഞങ്ങൾ ഈ ധ്യാനത്തിന് പോരുന്ന 365 ദിവസത്തിൽ ധ്യാനത്തിന് പോരുന്ന 5 ദിവസമാണ് ഈ കൊച്ചിനെ മാറ്റി നിർത്തുന്നത്. അച്ഛാ, ഞങ്ങൾ ഈ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് പോരുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. ഇവനൊരു പ്രത്യേകതയുണ്ട്, എന്നെ കണ്ടില്ലെങ്കിൽ കരയും, ഒന്നും കഴിക്കില്ല, പ്രശ്നം ഉണ്ടാക്കും. അച്ഛാ, അമ്മയുടെ അടുത്ത് ഉറക്കി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു. ഉണരുമ്പോൾ അവൻ ചിലപ്പോൾ എന്നെ കാണാതെ കരയും. അങ്ങനെ കരഞ്ഞാൽ എനിക്ക് ധ്യാനം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അച്ഛനോട് ഞാൻ വന്ന് ആദ്യത്തെ മിനിറ്റിൽ തന്നെ അച്ഛ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അവൻ ഉണരും, ഒരു 5-5:30-6 മണിയാകുമ്പോൾ ഉണരുമ്പോൾ അവൻ കരയരുത്, അവൻ എന്നെ കാണാൻ വേണ്ടി കരയരുത്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധ്യാനം കൂടാൻ പറ്റില്ല. അച്ഛനോട് ഞാൻ വെള്ളിയാഴ്ച ഒന്ന് പറഞ്ഞില്ലേ, അച്ഛ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ കാര്യം നടന്നു. അതിനർത്ഥം എൻ്റെ മോൻ കരഞ്ഞില്ല, എനിക്ക് ധ്യാനം പൂർണ്ണമായിട്ട് കൂടാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഇവർ പറഞ്ഞു അടുത്ത കാര്യം, അച്ഛൻ ചോദിച്ച ചോദ്യമുണ്ട്, ഭർത്താവ് അവിടെ കൂടുന്നു, ഭാര്യ ഇവിടെ കൂടുന്നു, നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പാടില്ലേ? അച്ഛാ, ഞങ്ങൾക്ക് ആകെ 5 ദിവസമേ ഉള്ളൂ അച്ഛാ വചനം കേൾക്കാനും ഇതുപോലെ പ്രാർത്ഥിക്കാനുമുള്ള അവസരം. ഞങ്ങൾ 2 പേരും ധ്യാനം കൂടും. ഞങ്ങൾ അടുത്ത ദിവസം ഡൽഹിയിലെത്തും. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി വിത്ത് ഹോം തിയേറ്ററാണ്. ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ
ഞങ്ങൾ അച്ഛനറിയാവോ, ഇവിടെ നിങ്ങൾ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഈ ധ്യാനത്തിൽ പറഞ്ഞ സകല കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭർത്താവും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ ചെല്ലും. ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് ഞാനും ഭർത്താവും കൂടി ഈ റെക്കോർഡ് ചെയ്ത ഈ CD പ്ലെയർ അല്ലെങ്കിൽ ഈ പെൻ ഡ്രൈവ് ഞങ്ങളുടെ ഹോം തിയേറ്ററിൽ കുത്തും. എന്നിട്ട് ഞങ്ങൾ അടുത്ത 5 ദിവസം വീണ്ടും ഇവിടെ നിന്നതുപോലെ തന്നെ ധ്യാനത്തിൽ നിൽക്കും. ഇപ്പോൾ അച്ഛൻ ചിന്തിക്കും, ഞങ്ങൾ ഇത്രയും ത്യാഗമെടുത്ത് ഇവിടെ ധ്യാനം കൂടുന്നു, അതിനുശേഷം വീട്ടിൽ ചെന്ന് ധ്യാനത്തിന് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ വീണ്ടും ജീവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ചിലപ്പോൾ ചിന്തിക്കും, ഞങ്ങളുടെ ഈ കൊച്ചിന്, ഞങ്ങളുടെ ഈ മോന് സൗഖ്യം കിട്ടാനായിരിക്കും. ഒരിക്കലും അല്ല അച്ഛ, ഒരിക്കലും അല്ല അച്ഛ. ഈ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വളർന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനൊരു കുഞ്ഞാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന്. എല്ലാവരും പറഞ്ഞു, വേറെ കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട്, ഈ കുഞ്ഞിനെ നശിപ്പിക്കുക, ഈ കുഞ്ഞിന് വേണ്ടാന്ന് വയ്ക്കുക. അച്ഛാ, അങ്ങനെ മിണ്ടാതെ നടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് എൻ്റെ തോളിൽ വന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയതായി കുട്ടിയെ, നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചതാ. അപ്പോൾ ഇത് ഈശോയുടെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്കിതിനെ നശിപ്പിക്കേണ്ട, ഇതിനെ നമുക്ക് സ്വീകരിക്കാം. അച്ഛാ, 13 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കൊച്ചിനെ നോക്കി ഞങ്ങൾ തീരുമാനമെടുത്തു, ഇത് ഈശോയുടെ ഇഷ്ടമാണ്. പക്ഷെ അച്ഛാ, ഇന്ന് ഈ കൊച്ചു ഞങ്ങൾക്ക് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഈ കൊച്ചിനെ നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഈ കൊച്ച് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാൻ കാരണമാവും ചിലപ്പോൾ. പക്ഷേ അപ്പോഴും ഈ കൊച്ചിനെ നോക്കി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഈശോയുടെ ഇഷ്ടമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി അച്ഛ ഞങ്ങൾ ധ്യാനം കൂടുന്നത്. പ്രിയപ്പെട്ടവർ ഓർക്കുക, ഒരു കുടുംബം തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കുന്നതിന് കാരണം എന്താ അറിയാവോ? ദൈവത്തിന്റെ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടമായിട്ട് എപ്പോഴും സ്വീകരിക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളുടെയും കൂടി ഇഷ്ടമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ അവര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ആരുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു? ആരുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു? നിസാരമായ നമ്മുടെ ഇഷ്ടങ്ങൾ തെറ്റുമ്പോൾ തകരുന്നതല്ലേ നമ്മുടെ ദാമ്പത്യ ജീവിതം? നിസാരമായ ഇഷ്ടങ്ങൾ തെറ്റുമ്പോൾ അർത്ഥമില്ലാതായി പോകുന്നില്ലേ നമ്മുടെ ജീവിതങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ആരുടെ ഇഷ്ടത്തിന് പിന്നാലെയാണ് നമ്മൾ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ വിധേയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക ദാമ്പത്യ ജീവിതത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുക കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ആ ഭർത്താവ്, ആ ഭാര്യ ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നും അന്വേഷിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചില തീരുമാനങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് നടപ്പാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളത് ഓർക്കണം, നമ്മളത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഈ സെമിനാരിയിൽ ഡീക്കനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഡീക്കൻ മിനിസ്ട്രി കിട്ടും, ഡീക്കൻ മിനിസ്ട്രി. അപ്പോൾ ഡീക്കൻ മിനിസ്ട്രി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുക, ഡീക്കൻ മിനിസ്ട്രി എവിടെയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പുതിയ പ്രൊവിൻഷ്യാളച്ചനാണ്, ഇപ്പോഴത്തെ പ്രൊവിൻഷ്യാളച്ചൻ. അന്ന് ആദ്യമായിട്ട് അച്ഛൻ പ്രൊവിൻഷ്യാളാവുകയാണ്. അപ്പോൾ പ്രൊവിൻഷ്യാളായ സമയത്ത് അച്ഛൻ ഓരോരുത്തരെ വന്ന് ഇങ്ങനെ കാണും, ഓരോ ഡീക്കന്മാരെ വന്ന് കാണും, അവരോട് പട്ടത്തെക്കുറിച്ച് ചോദിക്കും, അവരോട് അപ്പോയിൻമെൻറ്റിനെ, പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി അച്ഛൻ വന്നു. അപ്പം എന്നോട് പറഞ്ഞു, വർഗീസിന് സുഖമൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, സുഖമാണ്. പട്ടത്തിൻ്റെ ഡേറ്റൊക്കെ ആയല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, ആയി. പിതാവിനെയൊക്കെ നിശ്ചയിച്ചു. അപ്പോൾ ഇനി ഡീക്കൻ മിനിസ്ട്രിക്ക് വേണ്ടി ഒരുങ്ങിയോ? ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ച പരീക്ഷ കഴിയും, അത് കഴിഞ്ഞാൽ റെഡിയാണ്. എങ്ങോട്ടെങ്കിലും താല്പര്യമുണ്ടോ എന്നോട്? ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ല, ഇവിടെ വേണമെങ്കിൽ പോകാം. പക്ഷെ അച്ഛൻ്റെ കാര്യം മനസ്സിലാക്കണം. ആരോട്? പ്രൊവിൻഷ്യാളച്ചനോട് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഡീക്കൻ മിനിസ്ട്രി കൊടുക്കുന്നത് വീടിനോടടുത്തുള്ള ആശ്രമത്തിലാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഇത് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. എനിക്ക് ഡീക്കൻ മിനിസ്ട്രി ഇടുമ്പോൾ എൻ്റെ വീട് വൈക്കമാണ്, അതിനടുത്ത ആശ്രമം തോട്ടമാണ്, അവിടെ ഇടണം. അങ്ങനെ ചോദിച്ചാൽ ഇടിയാലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പാരമ്പര്യം വെച്ച് പറഞ്ഞത്. അപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ
ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെയാണ്. മിക്കവാറും എല്ലാവർക്കും വീടിനടുത്തുള്ള ആശ്രമങ്ങളിൽ തന്നെയാണ് ഡീക്കൻ മിനിസ്ട്രി. ഞാൻ പറഞ്ഞു അത്രയും മതി, താങ്ക്സ്, എഴുന്നേറ്റു. അപ്പം തോട്ടകം തന്നെ, ഇയാൾക്ക് തോട്ടകം തന്നെ ആയിരിക്കും, ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു ഉറപ്പിച്ചു. ഞാൻ മനസ്സിൽ സന്തോഷമായി. അപ്പം ഞാനെന്ത് ചെയ്തു, ഉറപ്പിച്ചല്ലോ, പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞത് വാക്കല്ലേ. ഞാൻ പിറ്റേ ദിവസം തോട്ടകത്തെ സുപ്പീരിയറച്ചനെ വിളിച്ചു. അച്ഛാ, അടുത്ത ആഴ്ച ഞാനങ്ങ് വരും മുറിയൊക്കെ. ഇയാളിങ്ങനെ പോര്. സന്തോഷമായി. അവിടെയും സ്വീകരിച്ചു. അപ്പം ഞാൻ എൻ്റെ ബാച്ചുകാരോടൊക്കെ പറഞ്ഞു, ഞാൻ തോട്ടക ആശ്രമത്തിലാണ്. ആണോ? അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, വികാരിച്ചനെ വിളിച്ചു. അച്ഛാ, ഞാൻ തോട്ടത്തുണ്ട്. നീ എവിടെ ഉണ്ടോ? എങ്കിൽ ഇവിടെ സഹായിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ വൈകിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും, ധൈര്യമായിട്ടിരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പ്രൊവിൻഷ്യാളച്ചൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരാൻ വന്നിരിക്കുക. അപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ ലെറ്ററിങ് തന്നു. ഞാൻ മേടിച്ചു. ഒട്ടിച്ചിരിക്കുക, കവർ ഒട്ടിച്ചിരിക്കുക. ഞാൻ 2ആയിട്ട് മടക്കി പോക്കറ്റ് ഇട്ടു. പ്രൊവിൻഷ്യാളച്ചൻ എന്നോട്, തനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്, തുറന്നു നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ മിനിഞ്ഞാന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പോയി തോട്ടകത്താണെന്ന്. അതിപ്പോൾ ലെറ്ററിൽ എഴുതിയിരിക്കുകയല്ലേ, കുഴപ്പമില്ല, താൻ തുറന്നു നോക്ക്. ഞാൻ കവർ കീറി തുറന്നു നോക്കി. എൻ്റെ പേരൊക്കെ കൃത്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ വായിച്ചു, ഡീക്കൻ മിനിസ്ട്രിയും പിന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വരെ കോട്ടയം ആശ്രമത്തിലുമാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് വേറെ ആരുടെ എൻ്റെ പേരിൽ അടിച്ചേക്കുക. അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, തൻ്റെ തന്നെയാണ്, താൻ തോട്ടകത്തല്ല, കോട്ടയം ആശ്രമത്തിലാണ്. എനിക്കുണ്ടായ ദുഃഖം, കാരണം എൻ്റെ ഒരുപാട് പദ്ധതികൾ, പട്ടത്തിന് വേണ്ടി ഒരുങ്ങാൻ പല കാര്യങ്ങളും, പലരെയും വിളിക്കാൻ എൻ്റെ സകല തീരുമാനങ്ങളും തെറ്റി. മനസ്സിൽ വെറുപ്പം തോന്നിയാലെന്ന് പറയും, പക്ഷെ നമുക്ക് തോന്നിപ്പോവും ചിലപ്പം. ഞാൻ ഇത് മേടിച്ച് മുറി വരുമ്പം അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ ഡെയിലി ഡയറക്ടർ ബിജു കൂന്നച്ചന് ഇൻഫെക്ഷനാണ്, ത്രോട്ട് ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് ഡെയിലി ശുശ്രൂഷയെ സഹായിക്കാനാണ്. തീർന്ന് 360 ദിവസം ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കുക, ആകെപ്പണി. ഞാൻ സങ്കടപ്പെട്ട് കയറി വന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം, പക്ഷേ ഇന്നെനിക്ക് പറയാൻ പറ്റും ആ ഒരു അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഇവിടെ 7 വർഷം പൗരോഹിത്യത്തിൽ കഴിയുമ്പോൾ ദൈവം 3 വർഷം കഴിഞ്ഞപ്പോൾ പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറാക്കി മാറ്റി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മുടെ തീരുമാനമല്ല. ചിലപ്പോൾ എൻ്റെ തീരുമാനം നടന്നിട്ടില്ല, നമ്മുടെ തീരുമാനം നടന്നിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ തീരുമാനം രക്ഷാകരമാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ താഴ്മയോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തീരുമാനം നടക്കാൻ പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ തീരുമാനമാണ് നടക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കണം, നമ്മളുടെ തീരുമാനം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പോവുക. കഴിഞ്ഞ ദിവസം സഹോദരൻ വന്നു. ആ സഹോദരന്റെ ബിസിനസ്സാണ്. അപ്പോൾ ആ സഹോദരൻ ഒരു പുതിയ ഹോം അപ്ലയൻസിന്റെ ഒരു സ്ഥാപനം തുടങ്ങി. അദ്ദേഹം ചൈനയിൽ പോയി അഡ്വാൻസ് കൊടുത്തു, 25 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ കൃത്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതെ, അത് വേണ്ട, ആ 25 ലക്ഷം പോയെന്ന് വെച്ചേക്ക്. കൃത്യം ദൈവഹിതം വെളിപ്പെടുത്തി. പക്ഷെ ഇദ്ദേഹത്തിന് അസ്വസ്ഥത എന്താ? അസ്വസ്ഥത ഇതാണ്, 20 ലക്ഷം കൊണ്ട് കൊടുത്തു, ഇനി അത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എഗ്രിമെന്റ് ഏതാണ്ട് എത്തിയതാ, അത് മോശമല്ലേ? ഇദ്ദേഹം പോയി വീണ്ടും 1 കോടി രൂപ കൂടി കൊടുത്ത് സാധനം എടുത്തു. പിന്നെ 1 വർഷമാണ് ഇതിനകത്ത് കയറി നടന്നത്. എന്തിന്? ഈ സാധനം ഒന്ന് പോകാൻ. പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപയുടെ നഷ്ടം. ഇപ്പോഴും അദ്ദേഹം പറയും, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അദ്ദേഹം പറയുക, എൻ്റെ അച്ഛൻ ഒരൊറ്റ പ്രാവശ്യമാണ് പിശാച് കയറി ബുദ്ധിയിൽ പിടിച്ചത്. പിശാച് കയറി പിടിച്ചു, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പ്രേരിപ്പിച്ചു. എന്ത് സംഭവിച്ചു? അത് 1 വർഷം എന്നെ കൊണ്ടു നടന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ ജീവിതത്തിലാകട്ടെ, ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടുക. ദൈവത്തിന്റെ ഹിതം, പ്രിയപ്പെട്ടവർ, ഒരു കുടുംബം, ഒരു വ്യക്തി ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടുമ്പോൾ അത് രക്ഷാകരമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കിയ ദാമ്പത്യ ജീവിതത്തിൽ, ദൈവം ഒരുക്കിയ കുടുംബത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ വചനമനുസരിച്ച് വിശ്വസ്തയോടെ നിൽക്കുക. അപ്പോൾ നീ എന്ന കുടുംബനാഥ അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് നമ്മൾ അനുഗ്രഹമാകുന്നില്ല.
നമ്മൾ അനുഗ്രഹമാകുന്നില്ല. കാരണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നില്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചില്ല, അനുഗ്രഹമാകുന്നില്ല. ഞാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കൾക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏത് ഭർത്താവാണ്, ഏത് അപ്പനാണ്, ഏത് മാതാപിതാക്കളാണ് മക്കൾക്ക്, കുടുംബത്തിന്, ജീവിത പങ്കാളിക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്? ഈ വചനമെടുത്ത് നിങ്ങൾ മുഴുവനും വായിക്ക്. ദൈവിക പദ്ധതിക്ക് വിധേയപ്പെടുന്നവര് അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു വ്യക്തി അനുസരിക്കുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് യേശുവിൽ സംഭവിച്ചത്. ഒരു വ്യക്തി ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് യോർദാനിൽ ഈശോയിൽ സംഭവിച്ചത്. ഒന്ന്, ഈശോയുടെ തലയ്ക്ക് മുകളിൽ പിതാവ് സ്വർഗം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറന്നു കൊടുത്തു. ഈശോയുടെ ശിരസിന് മുകളിൽ പിതാവ് സ്വർഗം തുറന്നു. പ്രിയപ്പെട്ടവർ, ഈശോ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ഇതാ ഈശോയുടെ ശിരസിന് മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടു. ഇതാ സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടുന്നു എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. സ്വർഗീയ അനുഭവം, സ്വർഗീയ വരദാനങ്ങൾ, സ്വർഗീയ വാഗ്ദാനങ്ങൾ കുടുംബത്തിൽ ലഭിക്കും. എപ്പോൾ? ഒന്ന്, ഈശോയുടെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കൃപ കിട്ടിയ കുടുംബങ്ങൾ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ ചൈതന്യം കിട്ടിയ കുടുംബങ്ങൾ നമ്മൾ കാണാറില്ല. ചില വ്യക്തികളെ, അവരുടെ കുടുംബം എന്താ സന്തോഷം, എന്താ അനുഭവം. പ്രിയപ്പെട്ടവർ, ചില വ്യക്തികൾ അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അവർ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്നവര്. അവർ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവർ അത്ഭുതം നടക്കും. ആ അമ്മ, ആ അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും. കാരണം അവർ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടവരാ. ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട ഒരു അപ്പനും അമ്മയും, ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട 2 പേര് ദാമ്പത്യ ജീവിതം കുടുംബത്തിൽ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ സ്വർഗം തുറക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ.